ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ എ എന്ന് വെച്ചാൽ ആപ്പിൾ ആണോ അതോ ബി ബോൾ ആണോ? എന്താ പറയണേ? ബി. ബോള് ആണോ? എടാ ബി ഫോർ ബോൾ ആണോ? അതെ അതെ. അതെ അതെ. ഓക്കെ. എനി അതർ ഡിഫറെന്റ് ആൻസർ? എറേഴ്സും ഫ്രോഡ്സും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഓഡിറ്റിംഗിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. വെരി ഗുഡ്. ആണോ നോക്കാം. വെരി ഗുഡ് ഒന്നും പറയാറായിട്ടില്ല, നോക്കാന്നേ പറഞ്ഞിട്ടുള്ളേ. വെരി ഗുഡ്, ഞാനങ്ങ് വീഴുന്നു. എനി അതർ ഓപ്ഷൻസ്? See, this is how you can eliminate. Again, പരീക്ഷയ്ക്ക് 3-4 ദിവസമേ ഉള്ളൂ. എലിമിനേഷൻ പ്രക്രിയ ഉപയോഗിക്കുകയാണെങ്കിൽ ആ 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടോ, നിങ്ങൾ ആരും പറഞ്ഞില്ല ഓപ്ഷൻ ഡി. അത് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ള നിങ്ങളുടെ സംശയമാണ് എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത്. ഈ എ നിങ്ങൾ അധികം കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഫസ്റ്റ് ഓപ്ഷൻ ബി ആണ് എന്ന് പറഞ്ഞത്. ക്ലിയർ? ദിസ് ഇസ് ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ നല്ല രീതിയാണ്, നല്ലൊരു പ്രവണതയാണിത്. നേരെ ബിയിൽ കൊണ്ട് കുത്തരുത്. ജസ്റ്റ് യു ഹാവ് ടു തിങ്ക് ആൻഡ് റീഡ് ഇറ്റ് വൺസ് മോർ. എനിക്ക് ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട്. ഇറ്റ്സ് വെരി ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ ഈ ബി പറഞ്ഞ ആള് പെട്ടെന്ന് നമ്മളെ ബി എന്ന് പറഞ്ഞ് നേരെ ഓമാർ ഷീറ്റിൽ കയറി കുത്തരുത്. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓഡിറ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഒപ്പീനിയൻസ് പറയാം, തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാം, മേൽ പറഞ്ഞ 2 ഡിപ്പെൻസ്. അപ്പൊ ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓഡിറ്റ് അപ്പൊ തന്നെ ഡിലീറ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെട്ടാം. അപ്പൊ ഓപ്ഷൻ ഡി ഉള്ളത് എന്താണോ അത് വരില്ല അല്ലെ. പിന്നെ ഉള്ള എ ആണോ ബി ആണോ സി ഓ? ഒന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ആൻസർ ഏതിലെത്തും? ബോത്ത് എ ആൻഡ് സിയിലെത്തും. ഒന്നും കൂടി വായിച്ചു നോക്കുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? ഓഡിറ്റിംഗ് നിങ്ങൾ ഒന്നും കൂടെ സെറ്റ് ആക്കും. തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും പറഞ്ഞു ഞാനത്, തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല ഓഡിറ്റർ എന്ന് പറയുന്ന ആള്. അയാൾക്ക് അയാളുടെ അഭിപ്രായങ്ങളും സജഷൻസും കൂടി പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത വട്ടം ഇങ്ങനെ ചെയ്യണേ എന്നും കൂടി അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാൻ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ തന്നിരിക്കുന്ന 2 മണിക്കൂർ, whatever it is, 1.25 മണിക്കൂർ, whatever the time is being given, ആ സമയത്തിനുള്ളില് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് വായിക്കുക, ക്വസ്റ്റ്യൻ നന്നായി ഒരു 2-3 വട്ടം വായിക്കുന്നതിൽ തെറ്റില്ല. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ കുത്തിയാൽ മതി കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ടൈം മാനേജ്മെന്റ് വലിയൊരു ഫാക്ടറാണ്, അറിയാം. എന്നാൽ പോലും എന്ത് ചെയ്യുക, വളരെ സൂക്ഷിച്ചു കുത്താൻ ശ്രമിക്കുക കേട്ടോ. സെറ്റ് അല്ലേ? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. പറഞ്ഞോളൂ. ഇപ്പൊ നമുക്ക് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ തന്നില്ല. എയും ബിയും അവിടെ ഉണ്ട്, വേറെ എന്തെങ്കിലും സി ഒ ഡിയോ അത് എലിമിനേറ്റ് ചെയ്തെന്ന് വെച്ചാല് എയിലും ബിയിലും നമ്മൾ ഏതെടുക്കും? ബി. അതാ കുഞ്ഞ് പറഞ്ഞത് കറക്റ്റ് ആണ്. മോസ്റ്റ് പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ. വളരെ നല്ല ചോദ്യം, വളരെ ലൈവായിട്ട് പോകുന്നു ക്ലാസ്. അങ്ങനെ ആ ഒരു ഓപ്ഷൻ എ ആൻഡ് ബി ഇല്ലായിരുന്നുവെങ്കിൽ ഓപ്ഷൻ ബിയിൽ തന്നെ കുത്തും. മെയിൻ ഒബ്ജക്റ്റീവ് കണ്ട അതുകൊണ്ട് ബിയിലോട്ട് പോയത്. ഓക്കെ, സാരമില്ല മോളെ, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഇറ്റ്. സാരമില്ല. ആ ഒരു ഓപ്ഷൻ സിയും കൂടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും സോൾവ് ചെയ്ത് പോകാം. ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് എ സെഷൻ, ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡിസ്കഷൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. ക്ലിയർ? അപ്പൊ അങ്ങനെ വരുമ്പോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്ഷൻ അങ്ങനെ പോകുന്നുണ്ടോ നോക്കുക. എ ആൻഡ് ബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇരുത്തി വായിച്ചു നോക്കാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആൻഡ് ഇപ്പൊ അദ്ദേഹം ചോദിച്ചില്ലേ, അങ്ങനെ ഒരു സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ മിസ്സേ അത് എന്തിൽ കുത്തുമായിരുന്നോ? പിന്നെ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഓഡിറ്റിംഗ് പ്രക്രിയയുടെ ബേസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അത് ആദ്യം ആ കുഞ്ഞ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, am I clear? Yes, ma'am. Okay, shall we move on? Okay. So question number 2. In which type of audit checking is done on the basis of wisdom, faithfulness and economy? Wisdom, തലയ്ക്കകത്ത് ആൾ താമസം, ബുദ്ധി, വിശ്വാസം, ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടാവണം, എക്കോണമിക്കൽ ആയിരിക്കണം. ഏത് താഴെ തന്നിരിക്കുന്ന ഏത് ഓഡിറ്റിലാണ് അത് ഉണ്ടാവുക? ഓപ്ഷൻ സി, propriety audit. Propriety audit. Okay. Anyone with a different answer? ആലോചിച്ച് പറഞ്ഞാൽ മതി.
ഇത് നിങ്ങൾ ഉത്തരം കൃത്യമായി പറഞ്ഞില്ലെങ്കിലോ തെറ്റിപ്പോയെങ്കിലോ നിങ്ങൾ പഠിച്ചില്ല എന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ. ഒന്നും കൂടെ എടുത്ത് വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ വലിയ ഭൂകമ്പം ഇടിഞ്ഞു വീഴുന്നു, അയ്യോ 3 ദിവസമേ ഉള്ളൂ ഞാനപ്പോ ഒന്നും പഠിച്ചിട്ടില്ലേ എന്നുള്ള ചിന്താഗതി അരുത്, ഒരിക്കലും അതരുത്. സോ എന്താണെന്നുള്ളത് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്തിട്ട് പോവുക, ദാറ്റ് ഇസ് ഓൾ. ഇനി അതിനുള്ള സമയമാണ്, നമുക്ക് എല്ലാ ഏരിയാസും റിഫ്രഷ് ചെയ്ത് പോവാന്നുള്ളത്. എന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ തന്നു എന്ന് മാത്രം. എനിവൺ വിത്ത് എ ഡിഫറെന്റ് ആൻസർ? അദ്ദേഹം പറഞ്ഞു പ്രൊപ്രൈറ്റി ഓഡിറ്റ് ആണ്. വേറെ എന്തെങ്കിലും ആൻസർ? ശരി, അധികം സമയം കളയാൻ നമുക്കില്ല, കാരണം പരീക്ഷ ഡേറ്റ് ആണ്. ഇറ്റ്സ് മോർ ഇമ്പോർട്ടന്റ്, നിങ്ങളുടെ സമയം കളയാൻ പറ്റില്ല. സോ ആൻസർ പ്രൊപ്രൈറ്റി ഓഡിറ്റ് തന്നെയാണ്. വിസ്ഡം, ഫെയ്ത്ത്ഫുൾനെസ്, എക്കോണമി വരുന്ന ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നായിരുന്നു ചോദ്യം. ആൻസർ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ആണ്. ഇത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ. ഇറ്റ് എക്സാമിൻസ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ടു എൻഷുർ ദേ ആർ വെരി വൈസ്, ethical and in the public interest. It goes beyond the mere compliance with the rules to assess the overall prudence, necessity and appropriateness of financial decisions. എടുക്കുന്ന തീരുമാനങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സും വളരെ എത്തിക്കൽ രൂപേണ ചെയ്യുന്നതും വൈസ് ആയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് മെന്റൽ എക്സസൈസിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ്. ആ രീതിയിലാണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചേഴ്സും വാട്ട് എവർ ആക്ഷൻസ് ഇസ് ബീങ് ടേക്കൺ വളരെ വ്യക്തമായിട്ട് പ്രൊപ്രൈറ്ററി ഓഡിറ്റിലാണ് ചെയ്യുന്നത്. And funds are used economically and efficiently, similar to how an individual would manage their own money. അന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ എങ്ങനെയാണോ ക്യാഷ് യൂട്ടിലൈസ് ചെയ്യുന്നത്, എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് വെരിഫൈ ചെയ്യുന്നതാണ്. അത് എങ്ങനെ ഒരു കമ്പനിക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫേമിന് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിൽ ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് ഇത് പ്രൊപ്രൈറ്റി ഓഡിറ്റ്. അപ്പൊ പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഇനി മറന്നു പോകണ്ട. വിസ്റ്റം തലയ്ക്കകത്തുള്ള ആൾതാമസം, വൈസ്, എത്തിക്കൽ, എല്ലാവരും നല്ല കാര്യങ്ങളുടെ മിക്സ്ചർ ആണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ എവിടെയെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഒന്ന് വായിക്കുക. 2-3 തവണ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവും. സോ ഇഫ് ഇറ്റ് ഇസ് ആസ്ക്ഡ് ഫോർ യുവർ PSC എക്സാം, എന്നെ ഒന്ന് ഓർത്തോ. എന്നെ ഓർക്കണ്ടോ നിങ്ങൾ? അറ്റ്ലീസ്റ്റ് അത് കൃത്യമായിട്ട് ഉത്തണം കേട്ടോ. പ്രൊപ്രൈറ്റി ഓഡിറ്റ് ഇതാണ്. വിസ്ഡം, വൈസ്, എത്തിക്കൽ എന്നുള്ള കാര്യങ്ങള് പറയുന്നതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ്. ഓക്കെ, എനി ഡൗട്ട് ഓൺ ദിസ്? ആ മാം, C&AG ആണോ ഇതിന്റെ കണ്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? അവർക്ക് പറയോ? ആ, പ്രോപ്പറേറ്റി ഓഡിറ്റിന്റെ കണ്ടക്ഷനായി ബന്ധപ്പെട്ടിട്ട് C&AG ആണ് വരുന്നത്. പ്രൊപ്രൈറ്ററി ഓഡിറ്റിൽ എന്താ വരുന്നത് മോനെ? അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണോ ഇതിന്റെ കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്? നോർമൽ ഓഡിറ്റ് പോലെ അല്ലല്ലോ എന്ന് അതാണ് ചോദ്യം. എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നില്ല, ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? ആ ഓക്കെ. ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാ കേട്ടോ. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണോ ഈ പ്രോപ്പറേറ്ററി ഓഡിറ്റ് നടത്തുന്നത്? ഒരു ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തോന്നി, അതാണ്. അല്ലല്ല, ഓഡിറ്റർ തന്നെയാണ്. അല്ലെങ്കിൽ അതിന് ഇംപ്ലിമെന്റേഷൻ ഇവിടുന്നാണോ? C&AG എന്നാണോ? C&AG ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, ഒരു തരത്തിലും C&AG എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ ഓഡിറ്റിംഗ് പ്രോസസ് ആയിട്ട് ഇതില്ല. എന്താ അദ്ദേഹം ചെയ്യുന്ന എന്ത് മാത്രമേ ചെയ്യുള്ളൂ? ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു PYQ കണ്ടത്, അതിന്റെ ബേസിൽ ചോദിച്ചാണ്. ഒറിജിൻ ഓഫ് പ്രോപ്പറേറ്റി ഓഡിറ്റ് വന്നിട്ട് ആരാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ വന്നിട്ട് C&AG ആണോ കണ്ടത്? ഓക്കെ, ക്യാൻ യു ഡു വൺ തിങ്? ഇപ്പൊ ചോദിച്ച ഈ സംശയം ഒന്ന് കോർഡിനേറ്റർ വഴി എന്നെ ഒന്ന് അറിയിക്കാമോ? ഞാൻ നോക്കാം. സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് ആൻ എക്സ്പ്ലനേഷൻ ടു യു. ഓക്കെ, അത് എന്താന്ന് ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് അത് ഞാൻ നിങ്ങളുടെ കോർഡിനേറ്റർ വഴി നിങ്ങളെ ഹോൾ ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിന് തന്നെ ഞാനത് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ ക്യാൻ യു സീ ദ സ്ലൈഡ്? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് പ്രോപ്പർ ഓഡിബിൾ അല്ലാന്ന് തോന്നുന്നു അവിടെ നിങ്ങോട്ട് പറയുന്നത്. അപ്പൊ അതൊന്ന് കോർഡിനേറ്ററിനെ എത്രയും പെട്ടെന്ന് അറിയിക്കുക ബിഫോർ ദി എക്സാം കേട്ടോ.
അത് ഇന്ന് തന്നെ ചെയ്താൽ നല്ല കാര്യം. Okay. Moving on to the third question. In vouching, auditor verifies only the right transaction, only the certification of transaction. Third one, right and certification of transaction, only arithmetical accuracy of accounts. കൃത്യമായ ട്രാൻസാക്ഷൻ മാത്രമേ എടുക്കുകയുള്ളൂ, വെരിഫൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ സർട്ടിഫിക്കേഷൻ അതായത് ഡോക്യുമെന്റ്സ് മാത്രമേ നോക്കുകയുള്ളൂ. രണ്ടും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥമെറ്റിക്കൽ ആഡിങ് മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. ഓപ്ഷൻസ് പ്ലീസ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി, സി ഫോർ കാറ്റ്. ഓക്കെ, നോക്കാം. എനി അതർ ഡിഫറെന്റ് ആൻസർ? സെയിം ആൻസർ ആയാലും പറഞ്ഞോളൂ കേട്ടോ. ഓപ്ഷൻ സി ആണോ? ഉറപ്പിക്കാമോ? ഓപ്ഷൻ സി ലോക്ക് ചെയ്യാം. ശരി, അപ്പൊ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. റൈറ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. വൗച്ചിങ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. രണ്ടും ചെയ്യാറുണ്ട് അദ്ദേഹം. റൈറ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ കൃത്യമാണോ എന്ന് നോക്കും. അറ്റ് ദ സെയിം ടൈം അതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് എന്താണോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയി തന്നിരിക്കുന്ന വൗച്ചേഴ്സ് ആയിക്കോട്ടെ, ബില്ല് ആയിക്കോട്ടെ, ഇൻവോയ്സ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ കൃത്യമാണോ എന്ന് നോക്കുന്നതും വൗച്ചിങ് പ്രക്രിയയുടെ പ്രത്യേകതയാണ്. So explanation is given as vouching is the act of reviewing documentary evidence to see if it is properly supports the entries which are made in the accounting records. Accounting records ൽ എന്തൊക്കെയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനനുബന്ധമായിട്ടുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് തന്നെയാണോ ഹാജരാക്കിയിട്ടുള്ളത് അതും കൂടി റീചെക്ക് ചെയ്യുന്ന അവസ്ഥയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. വൗച്ചിങ് വെരിഫിക്കേഷൻ ക്ലാസ് എടുത്തതാണ്. വൗച്ചിങ് ഒക്കെ ഒന്ന് നന്നായി നോക്കിയിട്ട് പോവാ. ക്ലിയർ? അതെന്താണ് ഒരു ആൻസർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? നിങ്ങൾക്ക് ആ ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും വായിക്കാം. Which of the following statement is not true regard with your continuous audit? Okay, എന്തുകൊണ്ട് അങ്ങനെ വന്നു? അടുത്ത സ്ലൈഡിലൊന്നും ഇല്ല. ഓക്കെ, എന്തുകൊണ്ടാണോ അങ്ങനെ വന്നത് അറിയില്ല. So which of the following statement, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ട്രൂ അല്ലാത്തത് ഏതാണ്? കണ്ടിന്യൂസ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ്. It may be carried out on daily basis. It is expensive. A detailed checking of accounts is possible. It is needed when the organization has got a ഗുഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഈ ചോദ്യത്തിലെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്താം. ഈ നോട്ട് എന്ന് പറയുന്ന വാക്കുകൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, പ്രത്യേകിച്ച്. അല്ലെങ്കിൽ അവിടെ സൈഡിൽ ഒരു ക്രോസ് എന്നെങ്കിലും ഇടുക. കാരണം താഴെ ഓപ്ഷൻ തന്നിരിക്കുന്നതെല്ലാം ഒട്ടുമിക്ക, അതായത് 4 എണ്ണത്തിൽ 3 എണ്ണവും എന്തായിരിക്കും? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന സാധനമായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ മെന്റൽ സാധനം ഉണ്ടല്ലോ, ബ്രെയിന് നേരെ ചെന്ന് നിങ്ങളുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇത് തന്നെ, ഇതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് നേരെ കൊണ്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കുത്തും, OMR കറുപ്പിക്കുകയും ചെയ്യും. ഇത് ബ്രെയിനിന്റെ കളിയാണ്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മനസ്സ് വീട്ടിൽ വന്നിട്ടായിരിക്കും മനസ്സ് അപ്പൊ ഉറക്കം എണീറ്റ് പറയുന്നത്, ഡേ മണ്ടാ അതെന്തുവായിരുന്നു? നോട്ട് ട്രൂ ആയിരുന്നു. സോ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് കുത്താനായിരുന്നു ചോദ്യം. അപ്പത്തേക്കും അയ്യോ ഒരു ക്വസ്റ്റ്യൻ പോയി, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരൂലേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയും. ഇതാണ് നടക്കാൻ പോണത്. അതുകൊണ്ട് ഇത് നടക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അറ്റ്ലീസ്റ്റ് എന്റെ ലൈവിലുള്ള കാൻഡിഡേറ്റ്സ് എങ്കിലും എന്ത് ചെയ്യുക, ഇനി കേൾക്കാൻ പോകുന്നവർക്കുള്ള ഉപദേശമാണ്. നോട്ടെന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടാൽ ആ നോട്ടൊന്ന് നന്നായി കറുപ്പിച്ചോ, നന്നായി കറുപ്പിച്ച് അണ്ടർലൈൻ ചെയ്യോ നിങ്ങൾ. അതേ ആ നോട്ട് നിങ്ങൾ കാണണം, മനസ്സിലായോ? വളരെ ഹൈലൈറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് സൈഡിൽ ഒരു ക്രോസ് ഒക്കെ ഇട്ട് ഒരു കുഴപ്പവും ഇല്ല. അതിന്റെ അകത്ത് അത്തപ്പൂക്കളം വരെ വരച്ച് വെക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അതുകൊണ്ട് വളരെ വൃത്തികേടായിട്ട് ആ നോട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താഴെ തന്നിരിക്കുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്, അതിലൊന്ന് തെറ്റാണ്. ആ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ദയവേത് ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവുക. ഇതും ഇപ്പൊ അങ്ങനെയാണ്. കണ്ടിന്യൂസ് ഓഡിറ്റുമായി ബന്ധമല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ആൻഡ് ടെൽ മീ ദി ആൻസർ സൂൺ. പോയ എല്ലാവരും ഉത്തരം വരട്ടെ. ഡി ആണ്, പക്ഷെ സ്ലൈഡ് മാറ്റിയപ്പോ ആൻസർ ഓൾറെഡി ആൻസർ കണ്ടു. ഓ ശരി,
ആര് ആര് 3G ആയി? ഞാൻ 3G ആയി. പോട്ടെ, എനിക്ക് തോന്നിയായിരുന്നു, ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പോട്ടെ, ആൻസർ ഡി തന്നെയാണ്. ഇറ്റ് ഇസ് നീഡഡ് വെൻ ദ ഓർഗനൈസേഷൻ ഹാസ് എ ഗുഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കണ്ടിന്യൂസ് ഓഡിറ്റ് അവിടെ നടത്തിയേ പറ്റുള്ളൂ. അത് പീരിയോഡിക്കലി ആണ് നടത്തുന്നത്. അപ്പൊ ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺ എ ഡെയിലി ബേസിസ്. വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ്, എപ്പോഴും നടത്തുന്നുണ്ട്. വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ഡെയിലിയോ മന്ത്ലിയോ ക്വാർട്ടർലിയോ ബൈ ആനുവലിയോ ഇങ്ങനെ ഇടക്കിടക്ക് നടത്തുന്നത് കൊണ്ട് തന്നെ ചെലവ് കൂടിയ പ്രക്രിയയാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. ഒരു ഡീറ്റെയിൽഡ് ചെക്കിംഗ് വളരെ പോസിബിൾ ആയിട്ടുള്ള സാധനമാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. കാരണം നമ്മൾ ഓരോ വട്ടവും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ സാധനം തന്നെ 10 പ്രാവശ്യം ചെയ്താൽ അത് എന്താണ്, നമ്മൾ പറയില്ല, ഒരു ക്വസ്റ്റ്യൻ നോക്കി ആൻസർ പെർഫെക്റ്റ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെയും അത് നോക്കി ആത്മനിർവൃതി ചെയ്യാറുണ്ട്, ഈവൻ ആഫ്റ്റർ കറുപ്പിക്കൽ ഓഫ് OMR ഷീറ്റ്. അപ്പൊ എന്ത് ചെയ്യും, എന്തൊരു സന്തോഷം. കാരണം എന്താ, ഒരു ഡീറ്റെയിൽഡ് ചെക്കിംഗ് അത് ഓൾറെഡി കറക്റ്റ് ആണ്, പിന്നെയും അതിനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോസിബിൾ ആവുന്നത് ഓൺലി ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്. അതുകൊണ്ട് താഴെ തന്നിരിക്കുന്ന 4ാമത്തെ ഓപ്ഷൻ ആണ് തെറ്റ്. ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ഓഡിറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗുഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, കണ്ടിന്യൂസ് ഓഡിറ്റ് പോസിബിൾ വേണം കേട്ടോ. സോ 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ലൈഡ് മാറിയപ്പോൾ ഓപ്ഷൻ കണ്ടു. ദിസ് വാസ് ദി ആൻസർ കേട്ടോ. എന്തായാലും സത്യസന്ധമായി തുറന്നു പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷം. May God bless you all. Okay, question number 5. Balance sheet audit does not include, താഴെ തന്നെ ഡസ് നോട്ട് വന്ന് വെട്ടിക്കോണം അപ്പൊ തന്നെ. റൂട്ടീൻ ചെക്ക്, ചെക്കിംഗ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി, വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി, വെരിഫിക്കേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് വിച്ച് ഇസ് റിലേറ്റഡ് ടു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. കുറിക്കാൻ എന്തുമാത്രം രസമുള്ള ഓപ്ഷൻസ്. നല്ല രസമുള്ള കളി. പറഞ്ഞോളൂ, ഞാനായിട്ട് മിണ്ടൂല, നിങ്ങളായിട്ട് പറയണം. ഓപ്ഷൻ എ ആപ്പിൾ ആണോ? A for apple. A for apple. Okay. Anyone with a different answer? എന്തുകൊണ്ട് സിയും ഡിയും കുത്തിയില്ലാന്ന് എനിക്കറിയാം. എന്തോ അല്ല, അസറ്റും ലൈബിലിറ്റീസും പറയുന്നുണ്ട്. അതെ, ഈ സാധനം തന്നെ പരീക്ഷയ്ക്ക് വരുമ്പം എനിക്ക് കാണണം. അസറ്റ് ആൻഡ് ലയബിലിറ്റി ഉള്ളതുകൊണ്ടാണെന്ന്. നോക്കാം, എന്ന് നിങ്ങൾ പറയുന്നതായിരിക്കും ഉത്തരം. നിങ്ങൾ നല്ല മിടുക്കം പിള്ളേരാണ്, എല്ലാം പഠിച്ചു വെച്ചേക്ക. ശരി, അത് ആരും സിക്കും ഡിയുടെ ഒപ്പം പോവില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എലിമിനേഷൻ പ്രക്രിയ നടക്കുന്നത്. സിയും ഡിയും വരൂല എന്ന് ഉറപ്പിക്കാം, മനസ്സിലായോ? അതൊക്കെ നല്ലൊരു ഇതാണ്. റുട്ടീൻ ചെക്ക് ആണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നേരെ ആരും ഇങ്ങോട്ട് പറയാത്തത് കൊണ്ടും ഈ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം ആയതുകൊണ്ടും ആൻസർ കൃത്യമാണ്, റുട്ടീൻ ചെക്ക് തന്നെയാണ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൽ എന്താ, റുട്ടീൻ ചെക്ക് പറ്റില്ല അല്ലെ. നമ്മൾ എന്തായാലും ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് നടത്താൻ പറ്റുള്ളൂ. ബിക്കോസ് ബാലൻസ് ഷീറ്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റുട്ടീൻ ചെക്ക് എന്തായാലും ബാലൻസ് ഷീറ്റ് ഓഡിറ്റിൽ വരില്ല. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ഇസ് ഡൺ വിത്ത് എ വ്യൂ ടു റിവ്യൂ ഓൾ ദി ഐറ്റംസ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നിങ്ങളുടെ ഗസ് വർക്ക് കണ്ട, ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഡു യുവർ എലിമിനേഷൻ പ്രോസസ്. സിയും ഡിയും എന്തായാലും വരില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. സോ അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് എ ആണോ ബി ആണോ എന്നുള്ളതാണ്. ബി എന്തായാലും ഉറപ്പിക്കാൻ കാരണം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഏതിലും കൂടെ എഫക്ട് ചെയ്യാൻ സാധ്യതയല്ല, ഉറപ്പായിട്ടും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് P&L അക്കൗണ്ടിലും വരും, ബാലൻസ് ഷീറ്റിലും വരും. അപ്പൊ അതും എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഉറപ്പിക്കാം നിങ്ങൾക്ക് റുട്ടീൻ ചെക്ക് എന്ന് പറയുന്ന സാധനം. അപ്പൊ ദർ ആർ മെനി വേസ് ടു ഗെറ്റ് അപ്പ് വിത്ത് യുവർ ആൻസർ. ഓക്കെ, റുട്ടീൻ ചെക്ക് എന്തായാലും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അർത്ഥം മനസ്സിലാക്കിയ ഓപ്ഷൻ കുത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി 3 ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്ത് എ ആണെന്ന് ഉറപ്പിക്കാം. അപ്പൊ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഇറ്റ് ഇസ് ഡൺ വിത്ത് എ വ്യൂ ടു റിവ്യൂ. ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എല്ലാം വ്യക്തമായിട്ട് റിവ്യൂ ചെയ്യുന്ന പ്രോസസ് ആണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ഇതിന്റെ അകത്ത് എന്ത് വരാം, വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് ദി അസറ്റ്. അത് ഈ പറയുന്ന അസറ്റും ലയബിലിറ്റിയും എക്സിസ്റ്റൻസിൽ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ മെഷർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ചില സമയങ്ങളിൽ ഇൻകം ആൻഡ് എക്സ്പെൻസസും വെരിഫൈ ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഉണ്ടെങ്കിൽ P&L അക്കൗണ്ടിലേക്ക് കണ്ണുകൾ പോവേണ്ടി വരും. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ ബാലൻസ് ഷീറ്റ് മാത്രം വെച്ചിട്ടല്ല ഓഡിറ്റിംഗ് പ്രക്രിയ നടക്കുന്നത്. ഒരുപാട് സാഹചര്യങ്ങളിൽ P&L അക്കൗണ്ടും നോക്കേണ്ടി വരും. സോ അതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഉണ്ട്. അതുകൊണ്ട് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂവിംഗ് ഓൺ ടു ദ 6th question. In which section of the Companies Act 2013 provision for appointment of first auditor are given?
വെരി ഇമ്പോർട്ടന്റ്. ഇന്നത്തെ ക്ലാസ് കേട്ടവർക്ക് ഉടനെ കുത്തണം, ഇല്ലെങ്കിൽ ഞാൻ കുത്തും. 141. 141. 139. 139. എന്തൊക്കെ ആൻസർ ആണ് ഇപ്പൊ നോക്കി, എല്ലാണെങ്കിലും ഞാൻ കുത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അങ്ങോട്ട് ക്ലാസ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ ആണോന്ന്. നല്ല കുയിലിന്റെ ശബ്ദമാണല്ലോ. മിസ് ഇങ്ങനെ സോപ്പിടല്ലേ അല്ലേ? പരീക്ഷയുടെ തീ തിന്നുവാണോ നിങ്ങള്? ടെൻഷൻ ഉണ്ടോ ആർക്കെങ്കിലും? അതേ ഉള്ളൂ. എനിക്ക് കിട്ടും ഉറപ്പായിട്ട്. ഈ ലിസ്റ്റ് കിട്ടിയാൽ ദയവ് ഇത് കോർഡിനേറ്റേഴ്സ് വഴി എന്നെ അറിയിക്കും കേട്ടോ. ഉറപ്പായിട്ടും കിട്ടട്ടെ. റാങ്ക് ലിസ്റ്റിൽ പേര് വരട്ടെ. ഇതിൽ പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇന്റർവ്യൂ ഇല്ലല്ലോ അല്ലെ? ഇത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ കേട്ടത് പറഞ്ഞതും അങ്ങനെയാണ്. ഇന്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ ഇല്ല എന്നാണ്. എങ്ങനെയാണോ കോമ്പറ്റീഷൻ എത്രയാണോ? കോമ്പറ്റീഷൻ ഉണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങളിപ്പോ സെറ്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഓപ്ഷൻ എ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കുത്തുകയാണ്. ടെൻഷൻ ഒന്നും വേണ്ടതാ. ഈ ടെൻഷൻ വന്നുള്ള പ്രശ്നം ക്ലാസ് എക്സാം ഹാളിന്റെ അകത്ത് അത് എഫക്ട് ചെയ്യും. ഭയങ്കര പോസിറ്റീവ് ആയിരിക്കുക, ശ്വാസം എടുക്കുക. ആ സമയത്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, പഠിച്ചില്ല, അയ്യോ പഠിച്ചത് മറന്നു പോയി എന്നൊക്കെ, ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒന്ന് അപ്പൊ എന്തൊക്കെ ശ്വാസമൊക്കെ ഒന്ന് വലിച്ചെടുത്ത് പുറത്തൊക്കെ വിടുമ്പോഴത്തേക്ക് സെറ്റ് ആവും. വലിച്ചെടുത്ത് അങ്ങനെ ഇരുന്ന് പോകരുത്, പുറത്തൊക്കെ വിടാനും കൂടെ സെറ്റപ്പ് ഉണ്ടാക്കണം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ബി മോർ ഫൈൻ. നിങ്ങളെ എക്സാം മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ആൻസർ ഒക്കെ തനിയെ വന്നോളൂ. വണ്ടി പിടിച്ച് വരും, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ കേട്ടോ. ശരി, ഇപ്പൊ ആൻസർ എന്താണെന്ന് നോക്കാം. 139 ആണോ 141 ആണോ? അപ്പൊ 140 142 നിങ്ങൾ എടുത്തു കളഞ്ഞു. 142 ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 142 എന്തുവാന്ന് പറയാമോ? ഓ അടിപൊളി അടിപൊളി. റെമ്യൂണറേഷൻ ആണ് 142. അപ്പൊ കണ്ടോ, 142 നമുക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഈ ക്ലാസ് കേട്ടോണ്ടായിരിക്കണം, ഇന്ന് കേട്ടോണ്ടായിരിക്കണം. ഓർമ്മയിൽ ഉണ്ടാവട്ടെ. റെമ്യൂണറേഷൻ എന്ന് പറയുന്ന സാധനം രണ്ടിടത്ത് വരുന്നുണ്ട്. സോ 142 ആണ് റെമ്യൂണറേഷൻ. യെസ്, ആൻസർ നമ്മുടെ ചോദ്യം അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ ആയിരുന്നു. ആൻസർ 139 ആണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് 9ാമത്തെ അക്ഷരം. 9 എന്ന് വെച്ചാൽ ലാസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഓഡിറ്റർ ലാസ്റ്റ് നമ്പർ 10ന്റെ അടുപ്പിച്ച് സിംഗിൾ ഡിജിറ്റ് നമ്പർ എന്നോ എങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. 139 മറന്നു പോകരുത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ എന്ന് ചോദിച്ചാലും 139 ആണ്. 139. ഓക്കെ. സെക്ഷൻ 140 റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റർ ആയിരുന്നു നോക്കിയത്. 141 എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. 142 റെമ്യൂണറേഷൻ ആണ്. 143 പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ആണ്. 143 ഓപ്ഷനിലില്ല, അഡീഷണൽ ഇൻഫർമേഷൻ തന്നു എന്ന് മാത്രം. ഫോണിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് നാളെ ഒരു മന്ത്രം പോലെ ഉരുവിട്ടോളൂ. 139 അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് ആണ്, മറന്നു പോകരുത്. ഉത്തരം പറഞ്ഞവർക്ക് ഓവർ കോൺഫിഡൻസ് വേണ്ട, പറയാത്തവർക്ക് കുറ്റബോധവും വേണ്ട. എന്തായാലും മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. സെക്ഷൻ 139 അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് എന്ന് തന്നാലും ശരിയാണ് കേട്ടോ. Then removal and resignation of auditors, it relates to 140. 141 eligibility and disqualification or qualification of auditor. 142 remuneration of auditors. 143 powers and duties of auditor. Powers and duties of auditor. Power 3 എന്തൊക്കെയൊക്കെ പറഞ്ഞു വെച്ചോ. ഓക്കെ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് കോഡൊന്നും ഇല്ല പറഞ്ഞുതരാൻ. 143 I love you. 143 powers and duties. അത് മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് യുവർ സ്റ്റഡി. ചുമ്മാ നിങ്ങളൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയാണ്. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 7. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ഓഫ് ആക്സസ് അറ്റ് ഓൾ ടൈംസ് ടു. താഴെ തന്നിരിക്കുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന്, ഒരു സാധാ ഓഡിറ്ററായിട്ട് ബന്ധപ്പെടുത്തിയാലും മതി, ഒരു ഓഡിറ്റർക്ക് റൈറ്റ് ഉണ്ട്. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രമേ തൊടാൻ പാടുള്ളൂ അദ്ദേഹത്തിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെന്റ്സിലും കൈവയ്ക്കാം. ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെന്റ്സും വൗച്ചേഴ്സിനും അദ്ദേഹത്തിന് കൈവയ്ക്കാൻ പറ്റും. നോട്ടീസും ഡോക്യുമെന്റും മാത്രമേ അദ്ദേഹത്തിന് കൈവയ്ക്കാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചവര്, പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുത്തും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഫോർ ക്യാറ്റ് ആണോ മോളെ? അതെ അതെ. ഓക്കെ ഓക്കെ, മിയാവ് മിയാവ് പൂച്ചയാണോ നോക്കാം. എനി അതർ ആൻസർ? ഡിഫറെന്റ് ആൻസർ വേണ്ട, സെയിം ആൻസർ ആണെങ്കിലും പറഞ്ഞോളൂ. സി സി. ഓക്കെ, സി 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 അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? സി 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 ഓപ്ഷൻ അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ?
ശരി, ഇന്നത്തെ ക്ലാസ് കണ്ടവർക്ക് ഒരു പക്ഷെ പെട്ടെന്ന് ക്ലിക്ക് ആവും. എല്ലാം, അതായത് അദ്ദേഹം ഞാൻ പറഞ്ഞത് ഏത് പാതിരാത്രിക്കുമാണ്, പാതിരാത്രിക്കല്ല, നോർമൽ ബിസിനസ് അവേഴ്സിൽ അദ്ദേഹം വിളിച്ച് ചോദിച്ചാൽ ഈ പറഞ്ഞ ഈച്ച് ആൻഡ് എവറി ഡോക്യുമെന്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ കമ്പനി ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ ഓഡിറ്റർ. അദ്ദേഹം എന്ത് എക്സ്പ്ലനേഷൻ ചോദിച്ചാലും അതും അതിന്റെ അവകാശ ഗണത്തിൽ പെടുന്നതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, റൈറ്റ് ഒക്കെ നന്നായി നോക്കി വെച്ചോണം. ആൻസർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, അത് തൊടാം. ഡോക്യുമെന്റ്സ് തൊടാം. അദ്ദേഹത്തിന് അനുബന്ധമായ വൗച്ചേഴ്സോ സപ്പോർട്ടിങ് എവിഡൻസോ ഉണ്ടെങ്കിൽ അതും അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റും. Explanation: a statutory auditor has every right to access all of the company's financial books, records, and information relating to the business. These should be made available to him at all times as and when asked by the auditor. He also has the right to seek any further information which he thinks it is necessary for the audit process. Audit processൽ അദ്ദേഹം ചിന്തിക്കുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും വേണം, അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ വേണം, ഈ തന്നിരിക്കുന്നത് അത്ര പോരാ എന്ന് തോന്നിയാൽ anytime he can seek the employees service. അത്രമേൽ അയാൾ എന്തായിരിക്കണം, സെർവിൽ ഉണ്ടായിരിക്കണം എംപ്ലോയീസ്. അയാൾ എപ്പോ വിളിച്ചാലും അടിയറ പോലെ അടുത്തോട്ട് പോയിക്കോണം. എന്ത് എക്സ്പ്ലനേഷനോ എന്ത് ഇൻഫോർമേഷനോ അദ്ദേഹം കമ്പനിയുമായിട്ട് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനുള്ള റൈറ്റ്, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. അത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ആർക്കുണ്ട്? കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഉണ്ട്. സോ ഓഡിറ്ററിന്റെ റൈറ്റ് നന്നായി വായിച്ചോണം. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ഇന്നത്തെ സ്ലൈഡ് വായിച്ചിട്ടേ പോകാവുള്ളൂ. എട്ടാമത്തത്, ഇൻ വൗച്ചിങ് സാലറി രജിസ്റ്റർ ഷുഡ് ബി കമ്പയർഡ് വിത്ത് പേയ്മെന്റ് ബുക്ക്, ക്യാഷ് ബുക്ക്, വേജസ് രജിസ്റ്റർ, ക്യാഷ് വൗച്ചർ. ഇത് പറയുന്ന ഒരു പുലിയാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഡിഫിക്കൽട്ടിയെക്കാളും കൺഫ്യൂസിങ് ലെവലാണ്, എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ആർക്കെങ്കിലും വേണമെങ്കിൽ കറക്കി കുത്താം, അല്ലെങ്കിൽ ഉത്തരം അറിയാമെങ്കിൽ പറയാം. വൗച്ചിങ്ങിന്റെ പ്രക്രിയയിൽ സാലറി രജിസ്റ്റർ ആരുമായിട്ട് കമ്പയർ ചെയ്യും? പേയ്മെന്റ് ബുക്ക്, ക്യാഷ് ബുക്ക്, വേജസ് രജിസ്റ്റർ, ക്യാഷ് വൗച്ചർ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, പേയ്മെന്റ് ബുക്ക്. ഓക്കെ, ഇനി അതർ ഓപ്ഷൻ? കറക്കിക്കുത്താണോ? അറിയാമോ? ഇല്ല, അറിയില്ല. അപ്പൊ കറക്കിക്കുത്ത്. അറിയില്ലെങ്കിൽ പിന്നെ കറക്കിക്കുത്താണ്. ക്യാഷ് ബുക്ക് ആണോ ക്യാഷ് വൗച്ചർ ആണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. ഓമാർ ഷീറ്റിൽ ആകെ ഒരു ഓപ്ഷനെ കുത്താൻ പറ്റൂ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഓമാർ ഷീറ്റ് അല്ല. പറയൂ, ഏതെങ്കിലും ഒന്നേ കുത്താൻ പറ്റൂ. പക്ഷെ യു ആർ നിയർ ടു ദി ആൻസർ. നമ്മൾ പണ്ട് ഹോട്ട് ഓർ കോൾഡ് കളിക്കൂലേ, പിന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഹോട്ടാണ് കോൾഡ് ആണ്. താങ്കൾ ഹോട്ടിലാണ് നിൽക്കുന്നത്. ക്യാഷ് ബുക്കോ ക്യാഷ് വൗച്ചറോ? ഇനിയെങ്കിലും പറ ഉത്തരം. അപ്പൊ മറ്റുള്ള ക്യാഷ് വൗച്ചർ നോക്കാം നമുക്ക്. എന്തായാലും ക്യാഷ് വൗച്ചർ ആന്ന് പറയുന്നു, പേയ്മെന്റ് ബുക്ക് ആന്ന് പറയുന്നു. ഓക്കെ, എനി അതർ ഓപ്ഷൻ? ക്യാഷ് വൗച്ചർ ആയിരിക്കും. ക്യാഷ് വൗച്ചർ ആവാനേ സാധ്യതയുള്ളൂ. എന്തൊരു ഉറപ്പതില്. വേറെ ആരെങ്കിലും ഉണ്ടോ വ്യത്യാസമായ ആൻസറുമായിട്ട്? അറിയില്ലേ? ശരി, എന്നാ എനിക്കൊന്ന് 4 ശബ്ദമേ ഉള്ളൂ. 4 ശബ്ദം ഞാൻ കേട്ട് കഴിഞ്ഞു. ആൻസർ ക്യാഷ് ബുക്ക് ആണേ. ക്യാഷ് ബുക്ക് ആണ് സാലറി രജിസ്റ്ററില്. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയി നോക്കണേ. അതായത് അത് വരാൻ സാധ്യത കുറവാണ്, കാരണം ബുക്സ് വൗച്ചിങ് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പേയ്മെന്റ്സ് എന്നും പറഞ്ഞ ഒരു ഏരിയ തന്നെ ഓഡിറ്റിംഗിന്റെ അകത്തുണ്ട്. അപ്പൊ അത് പഴയ ബുക്സോ അല്ലെങ്കിൽ ഒന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും 2 ദിവസത്തിനുള്ളിൽ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തരാം. പക്ഷെ വലിയ ഇമ്പോർട്ടന്റ് അല്ല അത്, അതുകൊണ്ടാണ് ആരെങ്കിലും തൊടാതെ അത് പോയത്. വൗച്ചിങ് അകത്ത് വരുന്ന ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് അറിയുക. സാലറി രജിസ്റ്റർ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്നത് ക്യാഷ് ബുക്ക് നോക്കിയിട്ടാണ് സാലറി രജിസ്റ്റർ മാച്ചപ്പ് ചെയ്യുന്നത്. ക്ലിയർ? സോ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. പറഞ്ഞോളൂ. അപ്പം നമ്മൾ ത്രൂ ബാങ്ക് പേ ചെയ്യുന്നെങ്കിൽ ക്യാഷ് ബുക്കിൽ വരില്ലല്ലോ. ബാങ്ക് സാലറി പേ ചെയ്യുന്നത് ക്യാഷ് ബുക്കിൽ വരുമല്ലോ. പണ്ട് നമ്മൾ പഠിക്കില്ലേ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ബാങ്ക് ട്രാൻസാക്ഷൻസ് വരുമ്പോഴും ഇതിൽ റെക്കോർഡ് ചെയ്യണം, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാം. Okay. Question number 9. Protection of investors is which object of auditing?
താഴെ തന്നിരിക്കുന്നത് ഏതോ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. സോഷ്യൽ പ്രൈമറി, സബ്സിഡറി, സെക്കൻഡറി, ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. ഇതിൽ ഏത് ഒബ്ജക്റ്റീവ് ആണ്? സിമ്പിൾ. കമോൺ ഗൈസ്, കുത്തിക്കോള്. സെക്കൻഡറി സെക്കൻഡറി ആണ്. നോക്കാം. ആണോ? വേറെ ആർക്കെങ്കിലും ഓപ്ഷൻ ഉണ്ടോടാ? പെൺപുലികൾ പറയൂ. ആരോ പറയാൻ വന്നിട്ട് വിഴുങ്ങി കളഞ്ഞല്ലോ. സെക്കൻഡറി തന്നെ പറയാൻ വന്നത്. സെക്കൻഡറി തന്നെയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? അങ്ങനെ വിഴുങ്ങണ്ട, പറഞ്ഞോളൂ. നിങ്ങൾ എന്ത് നല്ല കാര്യമാണെങ്കിലും ബ്ലണ്ടർ ആണെങ്കിലും നമുക്ക് ഇപ്പൊ പറഞ്ഞു തീർക്കാം. സെക്കൻഡറി ആണോ? ആണടാ, സെക്കൻഡറി ആണ്. അവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ സബ്സിഡറി ഓപ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഒരു ഡൗട്ട് വരും, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന്. സോഷ്യൽ എന്തായാലും പ്രൈമറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല. പ്രൈമറി എന്തായാലും വരൂല. കാരണം ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡർ ആണ്. അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ഓഡിറ്റർക്കില്ല, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രോസസ്സിനില്ല. സ്വാഭാവികമായിട്ടും ആൻസർ സെക്കൻഡറി ഒബ്ജക്റ്റ് ആണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അതായിരുന്നല്ലോ ചർച്ച. ഡിക്റ്റേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസ്, അതൊക്കെയാണ് എന്തായിട്ട് വരുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവിൽ വരിക. ആൻഡ് ദിസ് ഇസ് മിയർലി യുവർ സെക്കൻഡറി ഒബ്ജക്റ്റീവ്. ഇതൊക്കെ വലിയ സംശയമില്ലാതെ മുമ്പോട്ട് പോവാം. Continuous audit is one where the auditor staff is occupied continuously on the accounts the whole year around. താഴെ തന്നിരിക്കുന്ന മേലെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ താഴെ തന്നിരിക്കുന്ന ആര് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. കണ്ടിന്യൂസ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓഡിറ്ററിന്റെ സ്റ്റാഫ് കൊല്ലത്തിൽ എല്ലാ പ്രാവശ്യവും എപ്പോഴും ബിസി ആയിരിക്കും. കണ്ടിന്യൂസ്ലി ഹിൽ ബി ബിസി എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് ആര് പറഞ്ഞു? കാർട്ടർ, എ.എൽ. ബൗളി, സ്പൈസർ ആൻഡ് സ്പെഗ്ലർ, എൽ.ജെ. ഡങ്കൻ. ഇതിൽ ആരെങ്കിലും ഒക്കെ വരാം. ലാൻകാസ്റ്റർ വരാം. ആരെങ്കിലും ഒക്കെ ഓപ്ഷനിൽ വരും. നമ്മുടെ ഈ ഡെഫിനേഷൻ ആര് തന്നിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ചോദ്യം അല്ലേ? വേഗം വരാം. എലിമിനേഷന് പോണം. അവിടെ ഒരാളെ എലിമിനേറ്റ് ചെയ്യാം. ഞാൻ ബി എലിമിനേറ്റ് ചെയ്തിട്ട് ബി എലിമിനേറ്റ് ചെയ്യാം. ബൗളീനെ അങ്ങോട്ട് കളയാം. ബിക്കോസ് ബൗളി ഈസ് എ സ്റ്റാറ്റിസ്റ്റിഷ്യൻ. എന്തോ സി ആവാനാണ്. സി അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ? സ്പൈസർ ആൻഡ് സ്പെഗ്ലർ ആണ് ആൻസർ. ഒന്ന് ഇരുത്തി വായിച്ചു വെച്ചോ, ഓർമ്മയിൽ വെച്ചോണം, പറയാൻ പറ്റൂല. സ്പൈസർ സ്പെഗ്ലർ ഒരു ഒന്നാം തരം ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കിടില മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻസ് ഒക്കെ ജസ്റ്റ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓഡിറ്റിംഗിന്റെ ഒരു വലിയ ഡെഫിനേഷൻ നിങ്ങൾക്ക് തന്നിട്ട് അത് ആരെന്ന് ചോദിച്ചാൽ കറക്കി ഒന്നും കുത്തണ്ട, ഉറപ്പിച്ചോ അത് സ്പൈസർ ആൻഡ് സ്പെഗ്ലറിന്റെ ആണ്. അപ്പം ഇത് കണ്ടിന്യൂസ് ഓഡിറ്റ് നമ്മൾ എടുത്തിരുന്നില്ല ആ ക്ലാസിന്റെ ഇടയിൽ. ഇതൊന്ന് നോക്കി വെച്ചേക്കുക. കണ്ടിന്യൂസ് ഓഡിറ്റിനെ കുറിച്ച് ഈ രീതിയിലാണ് പരാമർശിക്കപ്പെടുന്നതെങ്കിൽ ഉത്തരം സ്പൈസർ ആൻഡ് സ്പെഗ്ലർ ആണ്. എ.എൽ. ബൗളി എന്താണ്? ഈ ഡങ്കനൊക്കെ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എ.എൽ. ബൗളി പ്യുവർ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട് അദ്ദേഹം. കാർട്ടറും ഓഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുറച്ച് കൂടുതൽ പ്രോമിനന്റ് നിൽക്കുന്ന മനുഷ്യൻ സ്പൈസർ ആൻഡ് സ്പെഗ്ലർ ആണ്. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 11. An audit program must be prepared. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ വേഗം പറഞ്ഞിട്ട് പൊക്കോ, ചോറ് കഴിക്കണ്ടേ? വേഗം പറയൂ. An audit program must be prepared before commencement, after completion of an audit, after submission of an audit report, during the conduct of an audit. ഓപ്ഷൻ എ, ഓഡിറ്റിന് മുൻപ്, ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം, ഓഡിറ്റ് പ്രക്രിയയുടെ ഇടയിൽ ആണ്. ഓപ്ഷൻ എയിലാണ് ഒരാൾ പോയിരിക്കുന്നത്. വേറെ ആരെങ്കിലും കൂടെ പോകാനുണ്ടോ? അതെ, ഓപ്ഷൻ എ. വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓഡിറ്റ് പ്രോഗ്രാം വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട ഒരാൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഓഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് കേട്ടവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ബിഫോർ കമൻസ്മെന്റ് ഓഫ് എൻ ഓഡിറ്റ്, അതായത് ഓഡിറ്റർ തന്നെ ഓഡിറ്റ് പ്രോസസ്സിന് മുൻപ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. അത് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഓഡിറ്റർ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഓഡിറ്റർ എന്താണോ ചെയ്യാനുള്ളത് അതെല്ലാം വരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം. വെരി ഇമ്പോർട്ടന്റ്. മീൻസ് ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി ഇൻ റിട്ടൺ റൈറ്റിംഗ് ഇതിലായിരിക്കണം, എഴുതി തയ്യാറാക്കപ്പെട്ട രീതിയിലായിരിക്കണം ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓഡിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിന് മുൻപ് ആയിരിക്കണം ഓഡിറ്റ് പ്രോഗ്രാം
പ്രിപ്പയർ ചെയ്യപ്പെടേണ്ടത്. ആൻഡ് ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ഇൻ റൈറ്റിംഗ് വിച്ച് ഇസ് പ്രിപ്പയർഡ് ബൈ ഓഡിറ്റർ. Okay, moving on to the 12th question. The first auditors are first auditors are appointed by central government, company law board, BOD, shareholders. വേഗം പറ. സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സംശയം വരുന്ന ചോദ്യമാണ് അല്ലേ, ഞാൻ ആ ഓപ്ഷൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ്. കൺഫ്യൂസിംഗ് ആണല്ലേ. ബോർഡ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓപ്ഷൻ സി അല്ലേ പോകുന്നേ? ആണോ? അല്ലെ, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞോടാ. അതാണ് ഒരു സംശയം ഉണ്ടല്ലേ. കമ്പനി ലോ ബോർഡ് ആണോ സെൻട്രൽ ഗവൺമെന്റ്? CAG എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. CAG പക്ഷെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഉള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ പിന്നെയല്ലേ വരുള്ളൂ അല്ലെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഏതൊരു തൊട്ട് മുന്നേ കഴിഞ്ഞ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 ആണ് തോന്നുന്നു, അതില് ആൻസർ കീ കൊടുത്തിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സാ. ഷെയർ ഹോൾഡേഴ്സ് ആണ്. എന്തിലാണ് കൊടുത്തിരിക്കുന്ന ആൻസർ? ഏതോ മുന്നേ PSC അടുത്തൊരു എക്സാമിലാണ്. അത് ആൻസർ കീ മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോ ആരെങ്കിലും ചലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിപ്പോ. നമ്മുടെ ആൻസർ ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന ആൻസർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. CAG ആണ്. CAG അപ്പോയിന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അത് അദ്ദേഹവും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. 60 ദിവസം, 30 ദിവസം, പിന്നെ 60 ദിവസം. അപ്പോ ആരെങ്കിലും ഇതുപോലെ ചലഞ്ച് ചെയ്താൽ, ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യത ഏറെയാണ്. ബേസിക്കലി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതും ഈ നമ്മൾ ഓപ്ഷനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പക്ഷെ ഇപ്പോൾ പറയുന്നു PSCയുടെ ആൻസർ കീയിൽ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുള്ളതാണ്. അപ്പം എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങള് ഇതില് ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ CAG-യും, നോൺ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പക്ഷെ ഇവിടെ എന്താന്ന് പറയുന്നില്ലല്ലോ, വെറുതെ ചോദിച്ചിരിക്കുകയല്ലേ ഫസ്റ്റ് ഓഡിറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ കോമൺ സെൻസിൽ നമ്മുടെ വകതിരിവ് അപ്പോൾ എന്താണോ ആ രീതിയിൽ ചെയ്യാനേ പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഓപ്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് കുത്തണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ചിലപ്പോ എന്ത് പറ്റും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് കണ്ടിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സ് കുത്തുന്നവർക്ക് എന്ത് പറ്റും വെച്ചാൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയാൽ വലിയ ചാൻസൊന്നും ഇല്ല, അല്ലാത്ത പക്ഷം മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം അവിടെ എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം വളരെ എക്സ്പെക്ടേഷൻ കുറവാണ്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഫസ്റ്റ് ഓഡിറ്ററിനെ കുറിച്ച്. പക്ഷെ ഇനിയും ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ഇത്രയും കോമ്പറ്റേറ്റീവ് ലെവലുള്ള എക്സാമിന് അറിയില്ല. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പറയല്ല. കാരണം CAG കഴിഞ്ഞാൽ CAG അതൊരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് അടുത്ത ഓപ്ഷൻ വരേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇപ്പൊ അത് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുന്നു. പിന്നെയുള്ളത് അത് കഴിഞ്ഞേ ആര് വരുള്ളൂ, ഷെയർ ഹോൾഡേഴ്സ് വരുള്ളൂ. നമ്മൾ പണ്ട് പറയില്ല പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ട്, അപ്പൊ അതിൽ ആദ്യം കൊടുക്കുന്നത് ആർക്കാണ്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത് പേയ്മെന്റ്, ലിക്വിഡേഷൻ സംഭവിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റ് ആർക്കാണ് ആദ്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഡിബെഞ്ചർ ഓപ്ഷനിലും ഉണ്ട്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഉണ്ടെങ്കിൽ ഓപ്ഷൻ ആർക്ക് തന്നെ പോകും? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് തന്നെ പോകും. ആരാണോ ഫ്രണ്ടിൽ നിൽക്കുന്നവനല്ലേ പോവുള്ളൂ. ഓക്കെ, ബാക്കി ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കട്ടെ, ചോദിച്ചാൽ നിങ്ങളെ ആ ഒരു സെൻസിൽ അപ്പൊ എന്താണോ തോന്നുന്നത് അത് എഴുതുക. ഓക്കെ, തെറ്റല്ലേ? പോയോ എല്ലാരും? ഓക്കെ, അങ്ങനെ നോക്കാം. എന്തായാലും ക്വസ്റ്റ്യൻ വരുമല്ലോ, നമുക്ക് നോക്കാം. Which of the following is an example of a corporate fraud which is relating to cash misappropriation or embezzlement? താഴെ തന്നിരിക്കുന്നതിൽ കോർപ്പറേറ്റ് ഫ്രോഡ് എക്സാമ്പിൾ എന്താണ്? പക്ഷെ കോർപ്പറേറ്റ് ഫ്രോഡ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? ക്യാഷ് എംബസൽമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, ഇൻവെന്ററി തെഫ്റ്റ്, ടീമിംഗ് ആൻഡ് ലീഡിംഗ്, വിൻഡോ ഡ്രസ്സിംഗ്, മണി ലോണ്ടറിംഗ്. Teaming and leading. Very good. Any other different answer? വെരി ഗുഡ് പറഞ്ഞുകൊണ്ട് ടീമിംഗ് ആൻഡ് ലീഡിംഗ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ, പൊങ്ങണ്ട. വ്യത്യസ്തമായ ആൻസർ ഉണ്ടോ? ഇവിടെയൊക്കെ അഗൈൻ എലിമിനേഷൻ വർക്ക് ചെയ്യിപ്പിക്കുക. ഇൻവെന്ററി തെഫ്റ്റ് എന്തായാലും വരില്ല. ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്ക് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ക്യാഷ് മിസ്അപ്രോപ്രിയേഷൻ ആണ്. അപ്പൊ ഇൻവെന്ററി തെഫ്റ്റ് എന്തായാലും വരൂല. ഓപ്ഷൻ എ അപ്പൊ തന്നെ ക്യാൻസൽ. പിന്നെ ഉള്ളത് ടീമിംഗ് ആൻഡ് ലേഡി. അയ്യോ, എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ടീമിംഗ് ആൻഡ് ലേഡി.
ആൻഡ് വിൻഡോ ഡ്രസ്സിംഗ്. അയ്യോ, അത് എന്തൊക്കെയോ ഒരു കിളി പറഞ്ഞ രീതിയിൽ അറിയാം. മണി ലോണ്ടറിങ്, ആഹാ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്യാഷ് മിസ് അപ്രോപ്രിയേഷൻ, മണി ലോണ്ടറിങ്, കറക്റ്റ് മീനിങ്. നേരെ കൊണ്ടുപോയി കറുപ്പിക്കും, തീർന്നു പോക. ആൻസർ ടീമിംഗ് ആൻഡ് ലീഡിംഗ് ആണ്. ഓഡിറ്റിംഗിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ടീമിംഗ് ആൻഡ് ലീഡിംഗ്. ഇറ്റ് ഈസ് എ ഫ്രോഡുലന്റ് ബുക്ക് കീപ്പിംഗ് പ്രാക്ടീസ് വിച്ച് ഇസ് യൂസ് ടു കൺസീൽ ദ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. ക്യാഷ് മിസ്അപ്രോപ്രിയേഷൻ നടത്തൂ, അത് ഒളിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ടീമിംഗ് ആൻഡ് ലീഡിംഗ്. ആ വെരി ഗുഡ് പറഞ്ഞത് തിരിച്ച് പുറത്ത് പറയാണ്. വെരി ഗുഡ്. ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്, കയ്യടിയൊക്കെ കേൾക്കാമോ? സോ ടീമിംഗ് ആൻഡ് ലീഡിംഗ്, അത് കൃത്യമായിട്ട് അതിന്റെ എന്താണ് അർത്ഥം അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂലേ. അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അറിയുന്നവർക്ക് വേണ്ടിയോ അഡീഷണൽ ഇൻഫർമേഷൻ, ടീമിംഗ് ആൻഡ് ലീഡിംഗ് എന്ന് ചോദിച്ചാൽ അതൊരു ബുക്ക് കീപ്പിംഗ് പ്രാക്ടീസ് ആണ്. ഇറ്റ്സ് എ ഫ്രോഡുലന്റ് ബുക്ക് കീപ്പിംഗ് പ്രാക്ടീസ്. എന്റെ കമ്പനിക്കകത്ത് ക്യാഷ് അപ്രോപ്രിയേഷൻ, മിസ്അപ്രോപ്രിയേഷൻ നടന്നു. പക്ഷെ ആ മിസ്അപ്രോപ്രിയേഷൻ നടന്നു എന്നുള്ളത് ഒന്നാം തരം തെറ്റ്. അതിന് ഞാൻ കൂട്ടുനിൽക്കുകയും അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചാൽ അതിലെ ഒന്നാം പ്രതി ഞാൻ തന്നെയാകും. സോ അങ്ങനെ വരുന്ന ഒരു പ്രക്രിയയാണ് ടീമിംഗ് ആൻഡ് ലീഡിംഗ്. So it is a negative process. It involves applying a payment from one customer to a different customer's account to hide a shortfall, creating a continuous cycle where subsequent payments are used to cover previous defalcations, thus preventing dictation until the fraud is discovered or the accounts are audited. ജാനുവരി 1 തൊട്ട് ഈ പ്രോസസ്സ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു 50,000 രൂപ മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു 1000 രൂപ മോഷ്ടിച്ചു എന്ന് വിചാരിച്ചോളൂ. 1000 രൂപ മോഷ്ടിച്ച ഞാൻ വേറൊരാളുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 1000 രൂപ ഇതിലിടും, പിന്നെ അത് എടുത്തിട്ട് ഇതിലിടും. അതായത് റോളിംഗ് പ്രോസസ്സ് നടത്തും. ഈ 1000 രൂപ എവിടെ പോയി എന്ന് ഓഡിറ്റർ കണ്ടുപിടിക്കുന്നത് വരെയും ഈ കള്ളത്തരം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഉരുണ്ട് കളിക്കാന്ന് പറയില്ലേ, അതാണ് ഈ പൂച്ച വീണാലും 4 കാലിലേ വീഴുള്ളൂ എന്ന് പറയുന്നത് പോലെ. ഈ ആ ഒരു കള്ളത്തിന് മേൽ കള്ളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2000 രൂപ മോഷ്ടിച്ചു, ഓക്കെ, ഒരു 6 മാസം കഴിഞ്ഞ് അത് തിരിച്ചിടാണം. ഒന്ന് ഓഡിറ്റിംഗ് പ്രോസസ്സിന് മുൻപ് തന്നെ, ആരെങ്കിലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിടാൻ ശ്രമിക്കണം. ഇത് ചെയ്തൂല. ഇത് മറ്റേയാളുടെ നിന്ന് മറിച്ച്, ഇയാളുടെ നിന്ന് മറിച്ച് ഇന്യൂമറസ് കസ്റ്റമേഴ്സിന്റെ ഇയാൾ ഇങ്ങനെ റോൾ ചെയ്ത് ആ ഷോർട്ട് ഫോൾ അറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്യുന്ന ഒരു ഫ്രോഡുലന്റ് പ്രാക്ടീസ് ആണ്. അയാളെന്ന് പറയുന്നത് ഒരു എംപ്ലോയി ആവാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം. അങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രോഡുലന്റ് പ്രാക്ടീസ് ആണ് ടീമിംഗ് ആൻഡ് ലീഡിംഗ്. അപ്പൊ ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ആണ് ടീമിംഗ് ആൻഡ് ലീഡിംഗ്. ഓക്കെ, ഇറ്റ്സ് എ പ്രാക്ടീസ് ഡൺ ഇൻ ദ സ്റ്റോക്ക് കമ്പനി. 14ാമത്തെ ചോദ്യം, what is the maximum penalty provided for the violation of provisions of section 143(12)? 143(12) എന്തുവാന്നറിയാം? 143 എന്താണെന്നറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഐ ലവ് യു. 143 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് 143. അതിന് വയലേഷൻ സംഭവിച്ചാൽ ഓഡിറ്ററോ കോസ്റ്റ് അക്കൗണ്ടന്റോ കമ്പനി സെക്രട്ടറിയോ കൊടുക്കേണ്ട പെനാലിറ്റി എത്രയാണ്? 10 lakhs, 12 lakhs, 15 lakhs, 25 lakhs. Make it fast. പെനാലിറ്റി, പീനൽ തുക എത്രയാണെന്നുള്ളത് ആരും ഇല്ലേ അപ്പുറത്ത്? ഒരാളെ ഉള്ളോ? എനിക്കറിയില്ല മിസ്സേ. 15 lakh ആണോ? 15 lakh ആണോ? അറിയില്ല. ഓക്കെ, എനി അതർ ഓപ്ഷൻസ്? ആള് കുറവാണോ? സർ അറിയില്ല. ആൻസർ അറിയില്ലാത്തോണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, ആൻസർ പഠിച്ചു വെച്ചോ, ചോദിക്കും കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ ചിലപ്പോ അല്ല, എനിക്ക് എന്തോ എന്റെ മനസ്സ് പറയുന്നത് ചിലപ്പോ ഉണ്ടാവുന്നേ. മാക്സിമം പെനാലിറ്റി 25 ലക്ഷമാണ്. 25 lakhs. 15ന്റെ കൂടെ ഒരു 10 കൂടെ ആഡ് ചെയ്തോ. ആൻസർ 25 lakh ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. സെക്ഷൻ 143 സബ്സെക്ഷൻസ്. സെക്ഷൻ 143യിൽ വയലേഷൻ വന്നാൽ ഇത് തന്നെയാണ് പെനാലിറ്റി. സബ്സെക്ഷൻ വേണോ നിർബന്ധമൊന്നുമില്ല. കമ്പനീസ് ആക്ട് 2013ൽ സെക്ഷൻ 143 വയലേറ്റ് ചെയ്താൽ, അതായത് ഓഡിറ്റർ അയാളുടെ ഡ്യൂട്ടീസോ പവേഴ്സോ ചെയ്യാതിരുന്നാൽ അയാൾക്കുള്ള പെനാലിറ്റി, പരമാവധി പെനാലിറ്റി എത്രയാന്ന് ചോദിച്ചാൽ 25 lakhs ആണ് ആൻസർ. പെനാലിറ്റി ഈസ് 25 lakhs. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് മാത്രമേ 25ൽ കുത്താവുള്ളൂ. ഇത് കണ്ട ഉടനെ മിസ് എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ, 25 എന്ന് പറഞ്ഞ് കുത്തരുത്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച ശേഷം നമ്മുടെ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് നോക്കുക.
പെനാലിറ്റി തന്നെയാണോ ചോദിച്ചത് നോക്കുക, ഓപ്ഷൻ കുത്തുക. ഓക്കെ, എന്തോ ഈ ക്വസ്റ്റ്യൻ വരും എന്റെ മനസ്സ് പറയുന്നു. ഈ ക്വസ്റ്റ്യൻ വന്ന് തന്നെ ഓർക്കണേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. According to section 139 of the Companies Act 2013, the term of office of the auditor of a company shall normally be. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 139 പറയുന്നത് അദ്ദേഹത്തിന്റെ ടേം ഓഫ് ഓഫീസ് എത്രയാണെന്നാണ്. ഫ്രം ദ ഫസ്റ്റ് AGM ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് AGM, ആദ്യത്തെ AGM തൊട്ട് രണ്ടാമത്തെ AGM വരെ, ഫസ്റ്റ് AGM ടു ദ സിക്സ്ത് AGM, first AGM to the beginning of the second AGM, he will be removed as soon as the first auditor is appointed. Option B. Option B. Very good. Whomsoever ആരായാലും മിടുക്കി. ഓപ്ഷൻ ബി ബോൾ അല്ലേടാ പറഞ്ഞേ? അതെ. അതെ, ഓക്കെ, വെരി സ്മാർട്ട്. അതേക്ക് ഒരു ശാക്തീകരണം ഉണ്ട്, വുമൺ എംപവർമെന്റ്. അവർ വരട്ടെ. ഇനി അതാ വിത്ത് എ ഡിഫറെന്റ് ആൻസർ. Any person with a different answer? Answer അത് തന്നെയാണ്. From the first annual meeting to the 6th annual general meeting വരെയാണ് അദ്ദേഹത്തിന്റെ ജനറൽ ടെന്യൂർ പോകുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നില്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അതല്ല തുടരണം എന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തുടരാം. അല്ലെങ്കിൽ അവിടെ വെച്ച് ആ 6th annual general meeting കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്വയം റിമൂവൽ ആവാം, സ്വയം ഒഴിവായി പോകാം, അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യരെ തന്നെ റിമൂവ് ആക്കിക്കോളും. ക്ലിയർ? So this is how I wind up the session.